ബാഴ്സലോണ vs എസ്പാനിയോൾ മത്സരത്തിലെ ബാഴ്സന്റെ കീ പ്ലെയർ എന്ന് പറയാൻ പറ്റുന്നത് ജോൺ ഗാർസിയ തന്നെയാണ്. ബാക്ക് ടു ബാക്ക് ഫോമിലാണ്. കാരണം വില്ലാറയലുമായിട്ടുള്ള മത്സരത്തിൽ 5 സേവുകൾ, 8.7 റേറ്റിംഗ്. അത് കഴിഞ്ഞ് എസ്പാനിയോളുമായിട്ടുള്ള മത്സരത്തിൽ 9 റേറ്റിംഗുമായിട്ട് 6 സേവുകളാണ്. ആ 6 സേവുകളും ഇൻസൈഡ് ബോക്സിലാണ് 6 സേവുകൾ വീണ്ടുള്ളത്. സോ നോ ഡൗട്ട് ബാഴ്സയുടെ ഇക്കളിയിലെ കീ പ്ലെയർ അല്ലെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് ജോൺ ഗാർസിയ തന്നെയാണ്. എവിടെയാണ് ബാഴ്സയ്ക്ക് തെറ്റിയത്? ആ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഒരു ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണോ വീക്ക് പെർഫോമൻസ് ഉണ്ടായത്. ആ വീക്ക് പെർഫോമൻസിലാണ് ഹൻസി ഫ്ലിക്ക് സെക്കൻഡ് ഹാഫിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത്. ഓൾമെ ഇറക്കുന്നു, അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിനെ ഇറക്കുന്നു, ലെവൻഡോസ്കി ഇറക്കുന്നു. ഫെർമിൻ ലോപ്പസിൻ്റെ ആ ഒരു പുഷിങ്ങിലും ആ ഒരു റണ്ണിങ്ങിലുമാണ് 2 ഗോളുകൾ അവിടെ വീണത്. എവിടെയാണോ വീക്ക് വന്നത് ലൈനപ്പിൽ, ആ ലൈനപ്പിൽ ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ഫ്ലിക്ക് മാറ്റി അവിടെ ബാഴ്സ വിജയിച്ചു. 2 ഗോളുകൾ അടിച്ചു. ഓൾമാൻ്റെ ഗോൾ പറയുകയാണെങ്കിൽ ഒരു വാക്കുകളില്ല, അത്രമാത്രം അബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ ഫിനിഷിംഗ് ആണ്. ഫെർമിൻ ലോപ്പസിൻ്റെ റണ്ണാണെങ്കിലും പുഷിംഗ് ആണെങ്കിലും വികാതെ ബോൾ കൺട്രോളിങ്ങും അതുപോലെ തന്നെ റണ്ണിങ്ങിലൂടെയും ഫെർമിൻ ലോപ്പസ് കൊടുത്ത 2 പാസും കിടിലൻ പാസ്സായിരുന്നു. അതിൽ ബാഴ്സ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ലോപ്പസ് ആയിക്കോട്ടെ, ഡാനിയൽ മെൻ്റെ ഗോളായിക്കോട്ടെ, ലെവൻഡോസ്കിൻ്റെ ഗോളായിക്കോട്ടെ കിടിലായിരുന്നു. അതിനുപരിയാണ് ജോൺ ഗാർസിയൻ്റെ സേവുകളും ഫോമും. നോ ഡൗട്ട്. നിലവിൽ റിയൽ മാഡ്രിഡുമായിട്ട് 7 പോയിന്റുകൾക്ക് ഡിഫറൻ്റ് ഉണ്ട്. ഇനി മാഡ്രിഡ് അടുത്ത കളി വിജയിക്കുകയാണെങ്കിലും 4 പോയിന്റുള്ള ഡിഫറൻറ്റ് കീപ്പാണ് ബാഴ്സലോണ. സോ മേ ബി ബാഴ്സ ഈ തവണയും കപ്പടിക്കാം. വിൽ സി.